റമദാനാകുമ്പോൾ നമ്മുടെ പള്ളികളിൽ കുറേ ആളുകളെ കാണും. പലപ്പോഴും പല ജോലികളൊക്കെ ഒഴിവാക്കി വരുന്ന ചെറുപ്പക്കാരും കുറച്ചും കൂടെ പ്രായമുള്ള ആളുകളൊക്കെ അതിലുണ്ടാവും. അവരൊക്കെ വരുന്നത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ആഗ്രഹമാണ്, ഈ റമദാനിലെങ്കിലും എനിക്ക് നന്നാവാൻ പറ്റണം എന്നുള്ളത്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് എങ്ങനെ നന്നാകും, എനിക്ക് റമദാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് പലപ്പോഴും അവർക്ക് വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ റമദാൻ കഴിയലോടുകൂടെ സാധാരണ നേരത്തെ എങ്ങനെയാണോ ഉണ്ടായത് ആ ലൈഫിലേക്ക് തന്നെ തിരിച്ചു പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ റമദാൻ ആകുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല മനുഷ്യനാകാൻ എങ്ങനെ കഴിയും, എങ്ങനെയാണ് നമുക്ക് ഒരു പ്രൊഡക്ടിവിറ്റിയായി റമദാൻ ഉപയോഗപ്പെടുത്തുക എന്നത് പല ആളുകളും ഒരർത്ഥത്തിൽ മനസ്സിലിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു ചോദ്യമാണ്. അതിൻ്റെ ഒരു ലളിതമായ ഉത്തരം, വിശുദ്ധമായ റമദാൻ വരലോടുകൂടെ നമുക്കതിൻ്റെ സാഹചര്യം, നമ്മളൊരു അറ്റ്മോസ്ഫിയർ, നമ്മൾ നിൽക്കുന്ന ആ സ്പേസ് ക്ലിയറായി എന്നുള്ളതാണ്. നമ്മൾ ഏത് സമയത്തും അല്ലെങ്കിൽ ഏത് കാര്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ സ്ഥലവും സാഹചര്യവും റെഡിയാകണം എന്നതുപോലെ റമദാൻ അതിന് പറ്റിയൊരു സമയമാണ്. പക്ഷേ എങ്ങനെ ഒരു തുടക്കം കിട്ടുക എന്ന് ചോദിച്ചാൽ കുറേ നന്മകൾ ചെയ്യുക എന്നത് മാത്രമല്ല. നമ്മൾ നേരത്തെ ഇതിങ്ങനെ സൂചിപ്പിച്ചിരുന്നു, ജീവിതത്തിൽ വന്ന അല്ലെങ്കിൽ സ്വാഭാവികമായും ഒരു ഡേ ലൈഫിൽ വരുന്ന പിഴവുകൾ നമ്മളിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. അപ്പം ചെറുതും വലുതുമായി കുറേ കാര്യങ്ങൾ, നന്മകളൊരു ഭാഗത്തുണ്ടാവും, തിന്മകളൊരു ഭാഗത്തുണ്ടാവും. ഈ നന്മകൾ നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് മാറ്റി വെക്കുന്നു, തിന്മകളെ നമ്മൾ ഗൗരവപൂർവ്വം സമീപിക്കുന്നു. അതിൽ ചെറിയ പെട്ടെന്ന് തന്നെ നമുക്ക് മറികടക്കാവുന്ന, ഷോർട്ട് ടേം കൊണ്ട് പരിഹരിക്കാവുന്ന കുറേ തിന്മകളുണ്ടാവും. ഉദാഹരണത്തിന് നിസ്കാരം ഖളാ ആകുക എന്നുള്ളത്, അത് നമ്മൾ നിസ്കരിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും സമയത്തിന് പുറത്താണ്. അത് നമ്മളൊന്ന് ചെറിയ എഫേർട്ട് എടുത്താൽ തന്നെ നമുക്ക് ടൈം ബൗണ്ടിൻ്റെ ഉള്ളിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും. ചിലതുണ്ടാവും പെട്ടെന്ന് ജീവിതത്തിൽ അങ്ങ് മാറ്റാൻ പറ്റാത്തത്, പുകവലി പോലത്തെ ദുശീലങ്ങൾ. അത് നമ്മൾ ടൈം എടുത്ത് നമ്മൾ പതിയെ ഗ്രാജുവലി അതിങ്ങനെ കുറച്ച് വരിക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഒരാഴ്ച നമ്മളെ ഫോക്കസ് ചെയ്ത് നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി എൻ്റെ ലൈഫിൽ കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഓരോ ദിവസവും നിരീക്ഷിച്ചു പോയാൽ ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വലിയ റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കതിൻ്റെ ഒരു പോസിറ്റീവ്നെസ്, അതിൻ്റെ ഒരു സുഖം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. 30 ദിവസം നമ്മളിത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ലൈഫ് തന്നെ എൻറ്റയർലി മാറിയ ഒരു പ്രതീതി വരും. നമ്മൾ ഒരുപാട് നേരത്തെ ഫസ്റ്റ് ഡേ നമ്മൾ ലിസ്റ്റ് ചെയ്ത തിന്മകളൊക്കെ മാറി അത് വളരെ ചുരുങ്ങിയിട്ടുണ്ടാവും. സ്വാഭാവികമായും ഈ തിന്മകൾ ചുരുങ്ങുമ്പോൾ നമ്മൾ അറിയാതെ നന്മയുടെ ലിസ്റ്റിൽ കുറേ നന്മകളും വന്നിട്ടുണ്ടാവും. ഇനി ശേഷമുള്ള 11 മാസത്തെ കാലത്തുള്ള ഒരു ഊർജ്ജമാണിത്. എങ്ങനെയാണ് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകേണ്ടത് എന്നതിൻ്റെ 30 ദിവസത്തെ പ്രാക്ടീസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് നമ്മളെ കയ്യിൽ വന്നു. ഇനി നമുക്ക് സിമ്പിളാണ്, അല്ലെങ്കിൽ ഒന്നുകൂടി സുഖമാണ് നമുക്ക് നന്നാവാനും ഈ 11 മാസക്കാലത്തെ അത് നീട്ടിക്കൊണ്ടുപോകാനും. പിന്നെ അടുത്ത റമദാൻ വരികയാണ്. ആ റമദാനിൽ നമുക്ക് ഒന്നുകൂടെ റീഫ്രഷ് ആകാനും കൂടുതൽ ഉഷാറാകാനുള്ള ഒരു അവസരമാണ്. അപ്പം അങ്ങനെ നമ്മളെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ട് ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും നമുക്കുള്ളതാണ് ഈ റമദാൻ.